നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുട്ടനാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എതിർപ്പ് പരസ്യമാക്കി ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ നിന്നും കൂട്ടത്തോടെ രാജിവെച്ചു. കോൺഗ്രസിലെ എല്ലാ പദവികളിൽ നിന്നും ഒഴിയുന്നതായി വിമത നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. അതേസമയം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് കുട്ടനാട്ടിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങും. മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായാണ് അദ്ദേഹം പ്രതികരിച്ചത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുട്ടനാട്ടിലെ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നേതാക്കളുടെ കൂട്ടരാജി. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് DCC ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രാജിവെച്ചത്. രാജിക്കത്ത് DCC പ്രസിഡന്റിന് കൈമാറിയതായി നേതാക്കൾ അറിയിച്ചു. പേയ്മെന്റ് സീറ്റുകൾ ഉണ്ടാവില്ലെന്ന് നേതൃത്വം ഉറപ്പു തന്നിരുന്നു. കുട്ടനാട്ടുകാരനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെന്നും കുട്ടനാട്ടുകാരുടെ ആവശ്യം അവഗണിച്ചെന്നും സജി ജോസഫ് പറഞ്ഞു. കുട്ടനാടിനെ വിൽപ്പന ചരക്കാക്കാൻ അനുവദിക്കില്ല. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് സജി ജോസഫ് പറഞ്ഞു. വളരെ വേദനയോടെയാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നേതാക്കളെയോ പ്രസ്ഥാനത്തെയോ താൻ കുറ്റം പറയുന്നില്ല. സീറ്റ് ഏറ്റെടുക്കുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു എന്നായിരുന്നു സജി ജോസഫ് പ്രതികരിച്ചത്. കുട്ടനാട്ടിലെ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് താനെന്നും കുട്ടനാട്ടിലെ ജനങ്ങൾ തെറ്റുതിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. 2 മുന്നണികളിലും പേയ്മെന്റ് സീറ്റാണ്. 2 സാമ്പത്തിക ശക്തികൾക്കെതിരെയാണ് മത്സരിക്കുന്നത്. നാളെ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രചാരണം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.